നിങ്ങൾ നാട്ടിലേക്ക് ഹവാല വഴി അല്ലെങ്കിൽ ഉണ്ടി വഴിയാണോ പൈസ അയക്കുന്നത്? നിങ്ങൾ അയക്കുന്ന പൈസ നാട്ടിൽ ആരാണോ സ്വീകരിക്കുന്നത് അവർ ചെയ്യുന്നത് ഒരു കുറ്റകൃത്യമാണ്. 3 വർഷം മുതൽ 7 വർഷം വരെ അവർക്ക് തടവ് ശിക്ഷ കിട്ടും. അതായത് നമ്മൾ നാട്ടിലോട്ട് പൈസ അയക്കുന്ന സമയത്ത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പ്രകാരം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ നാണയം RBI അനുവദിച്ച ചാനലുകൾ വഴി മാത്രമേ അയക്കാൻ പാടുള്ളൂ. വിച്ച് മീൻസ് വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് പൈസ അയക്കുന്നുണ്ടെങ്കിൽ RBI അനുവദിച്ച ചാനലുകൾ വഴി മാത്രമേ അയക്കാൻ പാടുള്ളൂ. ഇങ്ങനെ എല്ലാവരും നമ്മൾ നാട്ടിലോട്ട് പൈസ അയക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ ആ പൈസ സ്വീകരിക്കുകയാണ്. അങ്ങനെ സ്വീകരിക്കുന്നത് ഒരു കുറ്റകൃത്യമാണ്. ഇവർക്ക് ഫസ്റ്റ് ഫൈൻ ആയിട്ട് കിട്ടാൻ പോകുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ റൂള് പ്രകാരം 5 ലക്ഷം രൂപ ഒരാൾക്ക് നമ്മൾ അയച്ചു കൊടുത്തു. ആൾക്ക് ഫൈൻ ആയിട്ട് കിട്ടുന്നത് 15 ലക്ഷം രൂപയാണ്. അതായത് എത്ര പൈസയാണോ അയച്ചത് അതിന്റെ 3 ഇരട്ടി ആയിരിക്കും ആദ്യത്തെ ഫൈൻ ആയിട്ട് വരുന്നത്. ഇതാണ് ചാർജ് നമ്പർ 1. ചാർജ് നമ്പർ 2 PMLA ആക്ട് അഥവാ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് 2002. ഈ ആക്ട് പ്രകാരം ഒരാള് ഹവാല പണം സ്വീകരിക്കുന്നത് മണി ലോണ്ടറിംഗ് ആയി കണക്കാക്കും. ആൻഡ് ഇതൊരു സിവിൽ കേസല്ല, ക്രിമിനൽ കേസാണ്. ഈ കേസിന്റെ ശിക്ഷ കിട്ടാൻ പോകുന്നത് 3 വർഷം മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷയായിരിക്കും. ചാർജ് നമ്പർ 3 അസറ്റ് അറ്റാച്ച്മെന്റ്. ഇത് നേരത്തെ പറഞ്ഞ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ അണ്ടറിൽ തന്നെ വരുന്നതാണ്. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിങ്ങളുടെ ഈ കേസ് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ അസറ്റ് ഫ്രീസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇതിനു വേണ്ടിയിട്ട് മുൻകൂറായിട്ട് വേറെ അനുമതിയോ കാര്യങ്ങളോ ഒന്നും അവർക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ചാർജ് നമ്പർ 4 അസറ്റ് ഫ്രീസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനുള്ള അധികാരവും ഇഡിക്കുണ്ട്. ആ ഒരു ഇൻഡിവിജ്വലിന്റെ എല്ലാ ബാങ്ക് അക്കൗണ്ടും ഫ്രീസ് ചെയ്യപ്പെടും. ചാർജ് നമ്പർ 5 ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ 78% നികുതി നിങ്ങൾ അടയ്ക്കേണ്ടി വരും. എന്തിനാണ് ഞാൻ നികുതി അടയ്ക്കേണ്ടതെന്നല്ലേ? അതായത് ഇന്ത്യയിൽ ഒരു റൂൾ ഉണ്ട്. അതായത് ഇൻകം ടാക്സ് ആക്ട് 68 പ്രകാരം നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു ഫണ്ട് വന്നു, ആ ഫണ്ടിന്റെ സോഴ്സ് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു ഫണ്ട് അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം ആയിട്ട് കണക്കാക്കും. ഇങ്ങനെയുള്ള ഇൻകത്തിന് നിങ്ങൾ 60% ടാക്സ് കൊടുക്കണം, 25% സർചാർജ് കൊടുക്കണം, 4% സെസ് കൊടുക്കണം. അങ്ങനെ ഏകദേശം 78% നികുതി കൊടുക്കണം. ഫോർ എക്സാമ്പിൾ 5 ലക്ഷം രൂപയാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ 3,90,000 രൂപ നിങ്ങൾ നികുതി കൊടുക്കണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഫൈനിന്റെ ഒക്കെ മുകളിലാണ് ഈ നികുതിയും കൊടുക്കേണ്ടത്. ചാർജ് നമ്പർ 6 ലുക്ക്ഔട്ട് സർക്കുലർ. ഈ ഒരു ഇഷ്യൂ, അതായത് ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. വേറെ എന്തെങ്കിലും കേസൊക്കെ ആയിട്ട് ഈ ഒരു കേസിന് ബന്ധമുണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സും ഇതിൽ ഇടപെടും. ഇങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ ഏതൊരു ഇൻഡിവിജ്വൽ ആണോ ഈ ഒരു കേസിൽ പെട്ടിരിക്കുന്നത് ആൾക്ക് ഇന്ത്യയിലുള്ള ഒരു എയർപോർട്ട് വഴിയും ട്രാവൽ ചെയ്യാൻ കഴിയില്ല. ട്രാവൽ ബാനും വരും.